നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാ കർമ്മങ്ങളും വിജയകരമായി നടക്കാൻ ആദ്യം സ്മരിക്കപ്പെടുന്ന ദേവൻ വിഘ്നേശ്വരൻ, വിനായകൻ, ഗണപതി. പക്ഷേ ഗണപതി എങ്ങനെ ജനിച്ചു? എന്തുകൊണ്ട് അദ്ദേഹം ലോകത്തിലെ ആദ്യമായി ആരാധിക്കപ്പെടുന്ന ദേവനായി മാറി? വരൂ, നമുക്ക് അത് കേൾക്കാം. പാർവതി ദേവി ഒരിക്കൽ സ്നാനത്തിനായി പോകുമ്പോൾ തന്റെ ശരീരത്തിലെ ചന്ദനപ്പൊടി കൊണ്ട് ഒരു മനോഹരമായ കുട്ടിയെ സൃഷ്ടിച്ചു. അവൾക്ക് സ്വന്തം മകനായി ആ കുട്ടിയെ കരുതി. അവനോട് അമ്മ പറഞ്ഞു, ഞാൻ അകത്തു കുളിക്കാൻ പോകുന്നു, ആരും അകത്തു വരാൻ അനുവദിക്കരുത്. അന്ന് തന്നെ ശിവൻ തിരിച്ചെത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ ഗണേശൻ അവനെ തടഞ്ഞു. അമ്മ കുളിക്കുകയാണ്, അകത്തു വരാൻ പാടില്ല. ഇത് കേട്ട ശിവൻ പ്രകോപിതനായി. ഭഗവാൻ തൃശൂലം കൊണ്ട് അവന്റെ തല വെട്ടി. പാർവതി ദേവി പുറത്തു വന്നപ്പോൾ തന്റെ മകന്റെ ദുഃഖകരമായ അവസ്ഥ കണ്ടു. അമ്മയുടെ ക്രോധം കൊണ്ട് ലോകം മുഴുവൻ നടുങ്ങി. ദേവന്മാരും ഭീതിയിൽ വീണു. വിഷ്ണു, ബ്രഹ്മ, ശിവൻ എന്നിവർ ചേർന്ന് പാർവതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ശിവൻ വാഗ്ദാനം ചെയ്തു, ഞാൻ നിന്റെ മകനെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ അദ്ദേഹത്തിന്റെ തല മനുഷ്യരുടെ തല പോലെ തിരിച്ചു കിട്ടാനാകില്ല. ആദ്യം കാണുന്ന ജീവിയുടെ തല കൊണ്ട് ജീവൻ നൽകാം. അപ്പോൾ വിഷ്ണു ഒരു ആനക്കുഞ്ഞിന്റെ തല കൊണ്ടുവന്നു. ശിവൻ അത് ഗണേശന്റെ ശരീരത്തിൽ സ്ഥാപിച്ചു. അങ്ങനെ ഗജമുഖനായ ഗണപതി വീണ്ടും ജീവിച്ചു. ശിവനും പാർവതിയും അനുഗ്രഹിച്ചു, ഇനി ഏത് കർമ്മവും തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നിന്നെ ആരാധിക്കണം. നീയാണ് വിഘ്നങ്ങളെ നീക്കം ചെയ്യുന്നവൻ. അതുകൊണ്ട് തന്നെ ഇന്നുവരെ ലോകമെമ്പാടുമുള്ള ഭക്തർ ആദ്യം ഓം ഗം ഗണപതയെ നമഃ എന്ന് പ്രാർത്ഥിച്ച് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നത്. നിങ്ങളും ഇങ്ങനെയാണോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്ക്, കമന്റും ചെയ്യൂ. നന്ദി.